ഇന്ന് നമുക്ക് ഒരു പഴവും ഒരു മുട്ടയും വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കാം. ഒരു പഴം കേക്കാണിത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു പഴം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ഏത് പഴം വെച്ചിട്ടും ഈ ഒരു പഴം കേക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ ഒരു പഞ്ചസാര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു 1/2 കപ്പ് പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പം വാനില എസൻസ് കൂടി ചേർത്ത് ഞാനിത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് പതഞ്ഞ് പൊങ്ങി വരുന്നത് വരെ അടിച്ചെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദയും ബേക്കിംഗ് പൗഡറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അടിച്ച് വെച്ച പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. മുഴുവനായിട്ട് ഒന്നിച്ചൊഴിക്കരുത്. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുഴുവൻ പാലും ഒഴിച്ചതിന് ശേഷം ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പാൻ മുഴുവനായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം. വലിയ പാനാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പഴുത്ത പഴം തന്നെ എടുക്കണം. നിങ്ങൾക്ക് ഏത് പഴത്തിലും ഇത് ചെയ്യാം. നിങ്ങൾ ചെറിയ പഴം എടുക്കുന്നതെങ്കിൽ 2 പഴം എടുക്കുക. പഴം എത്ര വേണമെങ്കിലും എടുക്കുക. നമ്മൾ പാനിന് വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ പാനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു പഴം ഈ ഒരു പാനിൽ മുഴുവനായിട്ട് വെക്കാൻ പറ്റും. കുറച്ച് വലിയ പാനാണെന്നുണ്ടെങ്കിൽ 1ഓ 2ഓ പഴം വേണമെങ്കിൽ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പാനിൽ മുഴുവനായിട്ട് പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ വളരെ സാവധാനത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നിച്ചങ്ങ് ഒഴിക്കരുത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ബാറ്ററും ഈ ഒരു പഴത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ 15 മിനിറ്റാണ് നമ്മളിതിന് വേവിച്ചെടുക്കുന്നത്. അടച്ചു വെച്ച് നമുക്കൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ചെറുതായി ഒന്ന് പൊങ്ങി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾ തിരിച്ചിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല സോഫ്റ്റ് കേക്ക് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പം ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഇതിനെ പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് പ്ലേറ്റിൽ നിന്ന് നമ്മൾ ഇതിനെ പാനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റ് കൂടി ഇതിനെ വേവിച്ചെടുക്കാം. ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂട് പോയിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് കേക്ക് ആയതുകൊണ്ട് ചൂടോടുകൂടി കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ചൂട് നന്നായി പോയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പഴം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം ചായക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.